നിന്നോട് ഇത് സഹായിക്കേണ്ടത് പറഞ്ഞല്ലേ? കരുപ്പണത്തോട് ഇങ്ങോട്ട് കാണിച്ചത് തിരിഞ്ഞു പോയി. തവി വെച്ചാൽ നല്ല അടി വെച്ച് വരും കേട്ടോ. അമ്മ ഒറ്റയ്ക്ക് ഇങ്ങനെ കഷ്ടപ്പെടുന്ന കണ്ടപ്പോഴേ ഒന്ന് സഹായിക്കണം തോന്നി, അതുകൊണ്ട് വന്നതാ. നീ നിന്റെ പെണ്ണുപിള്ളേനെ പോയി സഹായിക്ക്, എന്നെ സഹായിക്കണ്ട. ഇതിന് കഴുകാതെ എങ്ങനെ അകത്തോട്ട് ഇടുന്നു? അതിൽ നിന്ന് തന്നെ ഇച്ചിരി വെള്ളം എടുത്താൽ കഴിയാ പോരെ. പ്രകാശ് എൻ്റെ ഇന്ന് മേടിക്കുന്നീ. അമ്മ എന്തൊക്കെ പറഞ്ഞാലും അമ്മ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? നിനക്ക് എന്നോട് അത്ര സ്നേഹമാണെങ്കിലേ നീ നിന്റെ പെണ്ണുപിള്ളേനെ ഉപേക്ഷിക്കടാ. അയ്യേ, എന്ത് വർത്തമാനാ ഇത്? ആനാ ഒരു അമ്മയ്ക്ക് മാനോട് പറയാൻ പറ്റുന്നതാണോ അവൻ അവൻ്റെ ഭാര്യ ഉപേക്ഷിക്കാൻ? അമ്മ അച്ഛൻ ഉപേക്ഷിച്ചിരുന്നെങ്കിലോ? അങ്ങനെ തന്നെ ഉപേക്ഷിക്കില്ല. എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു, നിങ്ങൾക്കറിയോ? എനിക്ക് ഒരുപാട് ഇഷ്ടമാ പുഷ്പേ, എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. ഉപേക്ഷിക്കട്ട. ഒരു വീട്ടിനകത്ത് 2 അടുക്കള. അമ്മ ഇത് നാട്ടുകാർ ആരെങ്കിലും പറഞ്ഞ എന്തൊരു നാണക്കേടാ അമ്മേ. അതൊക്കെ ഞാൻ നാട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, എന്ത് പറഞ്ഞിട്ടുണ്ട്? ഞാൻ ആ മോഹിനിയോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അവളെല്ലാവർക്കും പറഞ്ഞോളൂ. ഞാൻ മോഹിനിയുടെ മുഖത്ത് എങ്ങനെ നോക്കും? നീ മോഹിനിയുടെ മോന്തയ്ക്ക് എന്തിനാണ് കുഞ്ഞു നോക്കുന്നത്? അയലോക്കല്ലേ, നമ്മൾ റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോ അവളുടെ മോഹം കാണത്തില്ലേ? ഞാൻ സഹായിക്കട്ടെ? എന്റെ പ്രകാശ, എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഒന്ന് കേറി പോകുന്നുണ്ടോ ഇവിടുന്ന്? നീ പെണ്ണുമ്പിള്ളേനെ പോയി സഹായിക്ക്. അവള് പറഞ്ഞിട്ടായിരിക്കും ഇതിന്ന് കഞ്ഞി മോന്തി കുടിക്കാൻ വന്നായിരിക്കും അല്ലേടാ? എന്തൊക്കെ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ടെന്ന് നോക്കാൻ പറഞ്ഞു വിട്ടല്ലേ പുഷ്പ, അല്ലേടാ? എനിക്ക് ഈ വളിച്ച കഞ്ഞി വേണ്ട. എന്റെ ഭാര്യ നല്ല അസല് ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാ എളുപ്പം പോയി തിന്നോ, എളുപ്പം പോയി തിന്നോ ചോറുണ്ടാക്കി വെച്ചെങ്കിൽ. ഇതെന്റെ മോക്കും എനിക്കും കൂടെ ഉള്ള. മറ്റേ പറഞ്ഞ സത്യമാണ്. ഏതാ? മോഹിനിയോട് പറഞ്ഞെന്ന് പറഞ്ഞു. ആ, ഞാൻ മോഹിനിയോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ നാട് മുഴുവൻ അവൾ അറിയിക്കുകയും ചെയ്യും. ഇതൊരു ദ്രോഹം അമ്മ ഇത്. എന്നാ കഷ്ടം കേട്ടോ. ഒരു കഷ്ടമല്ലേ? ഇതെന്ത് കഷ്ടം? പഴയ വില്ലേജ് ഓഫീസറുടെ ഭാര്യ അതെടാ മിറ്റത്തിരുന്നാണ് കുക്കിംഗ്. എടാ അതെന്താ ആകാൻ കാരണം? ആകാൻ കാരണം എന്താ? നീ കണ്ട ഗീതയുടെയും കൂടോത്രത്തിൻ്റെ ഒക്കെ ഗ്യാസ് കൊണ്ടുവന്ന് ഇവിടെ വെക്കും. ആ പെണ്ണുമ്പിള്ള ആണെങ്കിൽ അടുക്കള എന്താ ഉണ്ടോ ഒന്നും നോക്കത്തുമില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? അതൊക്കെ കഴിക്കാൻ പറ്റുമോ മനുഷ്യന് വിശ്വസിച്ചു? എന്തൊരു വർത്തമാനമൊക്കെ പറയുന്നത്. മോനെ അപ്പുണ്ണി, ചേട്ടനൊരു കാര്യം പറയട്ടെ. ഈ ചൊട്ടയിലെ ശീലം ചുടല വരെയെന്ന് പറയും. എന്ന് വെച്ചാ നമ്മൾ ചെറുതിലെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വലുതാവഴി കാണിച്ചോണ്ടിരിക്കും. ഓ, അപ്പൊ ചേട്ടൻ ചെറുപ്പം മുതൽ ഉടായിപ്പായിരുന്നോ? അങ്ങനെയല്ലടാ, ചേട്ടൻ ചെറുപ്പം തൊട്ട നല്ല മാന്യനായിരുന്നു. അപ്പൊ നീയും ഇപ്പൊ തൊട്ട ട്രെയിൻ ചെയ്യുവാണ് നിനക്ക് നല്ലവനായിട്ട് ഇങ്ങനെ ചേട്ടനെ പോലെ ജീവിക്കാൻ പറ്റും. ഇതെന്താ ഏട്ടനും കൂടി ഒരു സംസാരം? ചേട്ടൻ എനിക്ക് ചൊട്ടയിലെ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാ, അല്ല ചൊട്ടയിലെ ശീലങ്ങള് പറഞ്ഞു തരാം. ആ, നീ അവനെ കണ്ട് പഠിക്കണം. എന്തിനു? എന്തിനാ? ഇന്നലെ വരെ അല്ലേ അമ്മ പറഞ്ഞ ചേട്ടനെ കണ്ട് പഠിക്കരുത്? ആ, അത് ഇന്നലെ വരെ. എടാ പുണ്ണി, ചേട്ടൻ ഇങ്ങനെ നന്നായതൊക്കെ ഈ അമ്മയുടെ ഉപദേശം കൊണ്ട് മാത്രം. മോനെ, നീ എന്നോട് ഒരു 1000 രൂപക്ക് ചോദിച്ചിട്ടില്ലേ? ആ, എന്തിനാ ചോദിച്ചിരുന്ന അമ്മേ? അത് കിട്ടിയോ? ഇതാ. എനിക്കല്ലേ കാശ്? നിനക്കെന്തിനാടാ കാശ്? ചേട്ടന് എന്തിനാ കാശ്? എടാ, ഇത് പാവപ്പെട്ട കുറച്ച് ആൾക്കാർക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള കാശല്ല, ചുമ്മാ ഉള്ള. ചേട്ടനൊന്ന് മര്യാദക്ക് സംസാരിച്ചൂടെ? കൂടെ വേറെ ജോലി എടുത്ത് വല്ല കാശൊക്കെ കൊടുക്ക്. എടാ പുണ്ണി, അന്നദാനം മഹാദാനം എന്നാണ്. പിന്നെ അമ്മേ, ഈ ചെയ്യുന്നതിന്റെ എല്ലാ നല്ല ഗുണങ്ങളും നമ്മുടെ കുടുംബത്തിനും അമ്മയ്ക്കും കിട്ടും. കണ്ടു? ദൈവമേ, എന്റെ മോനെ ഇതിന് പകരമായിട്ട് PSC കിട്ടിയാ മതിയായിരുന്നു. ഓ, അപ്പൊ പകരത്തിന് കിട്ടാൻ വേണ്ടിയാണ് ഈ അന്തമാനൊക്കെ നടത്തുന്നത്. എടാ മണ്ട, അങ്ങനെയൊന്നല്ല. നമ്മൾ നല്ലത് ചെയ്താലേ നമുക്ക് നല്ലത് കിട്ടത്തുള്ളൂ. അങ്ങനെയല്ലേ? ഇപ്പൊ അതൊന്നും ചിന്തിക്കാതെ അയ്യോ, എന്നെ കൊല്ലുന്നേ! അച്ഛന്റെ നിലവിളിയല്ലേ കേൾക്കുന്നത്? നോക്കാലോ. എന്താണ്? ഇവിടെ നിൽക്കണം, ഇവിടെ നിൽക്കണം, ഇവിടെ നിൽക്കണം. എന്നെ ഇങ്ങനെ ഇട്ട് ഓടിക്കുന്ന എന്നാ? ചേച്ചി, ചേച്ചി ഞങ്ങളെ കഞ്ഞി കുടിച്ചു നോക്കിയായിരുന്നാ? ഞാനെന്തിനാ നിങ്ങളെ കഞ്ഞിയെല്ലാം കുടിച്ച് നോക്കേണ്ടത്? അപ്പൊ ചേച്ചിക്ക് മങ്ങണ്ടല്ലേ? എടി,
ഇവളും കൂടെ അറിഞ്ഞിട്ടാടി അവൻ ആ പണി ചെയ്ത്. കഷ്ടപ്പെട്ട് വിറക് ചുമന്ന് ഞാൻ ഊതി ഊതി കത്തിച്ച ആ കഞ്ഞില് ഉപ്പ് വാരിയിട്ട് ചേട്ടൻ. ഞാൻ കഞ്ഞിയിൽ ഉപ്പ് വാരി ഇട്ടിട്ടില്ല. ഉപ്പ് വാരിയിട്ടിട്ടുണ്ട്. കോണത്തെ കാര്യം പറയരുത് കേട്ടോ. അമ്മ കണ്ടല്ല അമ്മ? എന്ത് കണ്ടു? ഞാൻ കണ്ടതാ. എന്ത് കണ്ടു? നീ അവിടെ പങ്ങി പങ്ങി നിന്നപ്പോഴേ എനിക്ക് തോന്നി ഇത് നീ തന്നെയാണ് ഇത് ചെയ്തതെന്ന്. ചേട്ടൻ മാത്രല്ല അമ്മ, ചേച്ചിയും ചേട്ടനും ഈ പിള്ളേർക്ക് എല്ലാവർക്കും ഈ പാതകത്തിൽ പങ്കുണ്ട്. അപ്പച്ചി അനാവശ്യം പറയരുത്. നിങ്ങക്ക് പ്രവർത്തിക്കാം, ഞാൻ പറയാൻ പാടില്ല. ഞങ്ങൾ എന്ത് പ്രവർത്തിച്ചു? ചേട്ടാ ഇത് എവിടുത്തെ നിയമമാണത്? അതെ, ഇവിടുത്തെ നിയമമാണ്. ഞാൻ പറയുന്നതാണ് ഇവിടെ അനുസരിക്കാൻ. ആണോ? പിന്നെ ഇവിടുത്തെ നിയമം ഉണ്ടാക്കാൻ അച്ഛമ്മ ആരാ? പറ 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 ആരാ ആരാ? ഈ കൃമിച്ചക്കന് വരെ നമുക്കെതിരെ തർക്കുത്തരം പറഞ്ഞു തുടങ്ങി. ഇതല്ല ഇവര് പറഞ്ഞ് കുശുമ്പ് പറഞ്ഞിട്ടാണ് ഈ ചെക്കനെ ട്രെയിൻ ചെയ്ത് വെച്ചേക്കുന്നത്. തർക്കുത്തരം പറയുന്നത് നിന്റെ മോളായിരിക്കൂടി. എന്ത് നോക്കി കാണിച്ചാലടി തർക്കുത്തരം പറയിക്കുന്നു. അച്ഛമ്മ എന്തിനാണ് അച്ഛമ്മ ഈ കുടുംബത്തിൽ ഇങ്ങനെ കലഹങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? നമ്മളൊരു കൂട്ടുകുടുംബം, നമ്മൾ സന്തോഷത്തോടെ സമാധാനത്തോടെ പോകേണ്ട ഒരു ഫാമിലി അല്ലേ? നമ്മൾ എന്തിനാണ് വെറുതെ സമാധാനം നശിപ്പിക്കുന്നത് ഇവിടെ? അല്ലേ അമ്മേ? സമാധാനപ്പെടച്ചമ്മേ. എന്നിട്ട് മാറിക്ക അമ്മ. യഥാർത്ഥത്തിൽ ഈ കഞ്ഞിക്കകത്ത് ഉപ്പിട്ടവൻ ആരാന്ന് ഞാൻ പിടിപ്പിച്ചുതരാം കേട്ടാ. എന്തിനാടാ നീ കഞ്ഞിക്കകത്ത് ഉപ്പ് വാരിയിട്ടത്? അടവണമ്മ, അടവ് ചേട്ടന്റെ അടവണമ്മേ. അച്ഛൻ ചെയ്ത പാപം എന്റെ പടലേക്ക് വെക്കാൻ നോക്കുന്നു. കലിയുഗം. സത്യം പറയടാ, സത്യം പറയടാ. അച്ഛാ ഒരു 1000 രൂപ കയ്യിലോട്ട് ഞാൻ തരാം. ഒന്നും തരിക്കാം. നീ എനിക്ക് വില ഇടുന്നോടാ. എടാ എന്തിനാടാ ഉപ്പ് വാരിയിട്ടത്? ഞാൻ പോയിട്ടില്ല അമ്മേ. അയ്യോ, ഞാൻ ആ പട്ടിക്ക് തീറ്റ ഈ അച്ഛമ്മയും ഈ അപ്പച്ചയും കൂടെ എന്റെ ബിസ്ക്കറ്റ് തട്ടിപ്പറിച്ച് വാങ്ങി. പാവങ്ങൾ അവിടെ വിഷം നടക്കുന്ന അതിന് ഞാൻ പോയതാണ് നല്ല കാര്യം ചെയ്യാൻ വേണ്ടി. അത് ഇവര് സമ്മതിച്ചില്ല. അതുകൊണ്ട് അറിയാതെ ഞാൻ ദേഷ്യത്തിന് ഉപ്പ് വാരിയിട്ടതാ. സാമദ്രോഹി, കുടിക്കണ കഞ്ഞിൽ ഉപ്പ് വാരിട്ടവൻ മുടിഞ്ഞു ഓടാൻ. എന്റെ 1000 രൂപ ഇങ്ങോട്ട് കൊണ്ടടാ. നീ ഒരു കാലത്തും നന്നാവൂല. അതും പോയാ? ഇനി ആ കഞ്ഞി എന്ത് ചെയ്യും? വെള്ളം ഊറ്റി കഴിച്ച് വീണ്ടും തിന്നാലേ? അല്ലെ ഇവക്ക് കൊടുക്കാം. ഇവനെ കൊണ്ട് കുടിപ്പിക്കാം. നീ കുടിച്ചിട്ട് പോയാ മതി. എനിക്കൊന്നും വേണ്ട. നീ കുടിച്ചേ പറ്റൂ. നിന്റെ സ്വഭാവം തന്നെയാണല്ലോ നിന്റെ പുത്രനും. അച്ഛമ്മേ നല്ല ക്ഷീണം കാണൂലേ? കുറച്ച് ചൂടുവെള്ളം ഗ്യാസിൽ വെച്ച് ചൂടുവെള്ളം എടുക്കട്ടെ കുളിക്കാൻ. തോരന് ചൂടോട് കൊടുക്ക. മിക്കും ചോറ് ഇട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടോ? അത് വിഷപ്പതിക്കുള്ളതോട്ട് തോന്നുന്നതാ. കഴിച്ചോ. രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ലേ? അതെ. എന്തോടി കാണിക്കുന്ന? വാ മരിക്കമ്മ. ചേച്ചിയുടെ കറക്കൊക്കെ എന്ത് ടേസ്റ്റ്. ഇരിക്കേ. അമ്മ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. ഇരിക്ക്. എനിക്ക് വേണ്ട. ഇരിക്കമ്മ എവിടെ? ഇരിക്കമ്മേ. ബൈറ്റോ ഇതർ ബൈറ്റോ. പാവം വിശന്ന് വലഞ്ഞു കാണുവേ. കുറച്ചുകൂടി ഇടേ. അടിപൊളി. മതിയോ? കറി തോരനൊന്ന് വിളമ്പി കൊടുത്തേ. ഇതിങ്ങനെ തന്നെ ഫുൾ അങ്ങ് തട്ടിയേക്കാം. അതാ നല്ലേ. കൂടോത്ര ഗീതയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഗ്യാസ് ഊറ്റി വെച്ചിട്ടുണ്ടാക്കിയ ഭക്ഷണം അമ്മക്ക് എന്തെങ്കിലും പറ്റുമാവോ? വായിക്ക് സാധായിട്ട് തിന്നിട്ട് ചത്താ കുഴപ്പമൊന്നുമില്ല. എന്താ അമ്മേ? വായിക്ക് സാധായിട്ട് തിന്നാ ചത്താ കുഴപ്പമൊന്നുമില്ലെന്ന്. അങ്ങനെയല്ലായി. ചോറ് മീൻകറിയാണോ? ഒരു സ്വാദൊന്നുമില്ല. മെയിനായിട്ട് തോന്നുന്നില്ല. ഒരു കഷ്ടം പോലും അതിനകത്തില്ല. മനസ്സിലായല്ലേ? അത് വെജിറ്റബിൾ കറിയാ. മീൻകറിയുടെ സ്വാദാ എനിക്ക് തോന്നിയത്. മീൻ മസാല ഇട്ടതാ. സാധനം ചേച്ചി സാധനം കേട്ടാ.
നമ്മ വെള്ളം പൊളിയല്ലേ അതിന്റെ മുടി അങ്ങോട്ട് ആക്ക് വായില് മുടിയാവും അത് ടേസ്റ്റ് കാരണം കണ്ണു കാണാൻ പറ്റുള്ള എങ്ങനെയുണ്ടമ്മാ? ഓ കുഴപ്പമൊന്നുമില്ല. ആ കൊള്ളാത്ത കറി കുറച്ചുകൂടെ ഒഴിച്ചു കഴിക്കും. എന്നാ നിർത്താം. അയ്യോ മിണ്ടാട് നിക്കേ അമ്മ കഴിച്ചേ. എന്തൊരു ഭംഗി. എനിക്കല്ലാണ്ട് വേറെ ആർക്കും ഇത് ചേരുന്നു. എന്താ മോളെ ഒറ്റയ്ക്ക് ഇങ്ങനെ സ്വയം പുകഴ്ത്തൽ? അപ്പച്ചി എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ? ആ കുഴപ്പമില്ല. കണ്ടോട്ടെ നാട്ടോട്ടെ. ഹായ് കൊള്ളാലോ. എനിക്ക് കൊള്ളാം. കുഴപ്പമില്ല. അത് ഒരു പുച്ഛം. ഇങ്ങോട്ട് പുച്ഛിച്ചാലേ അങ്ങോട്ടൊരു ലോഡ് പുച്ഛം തരും. എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. ഞാൻ കുറച്ച് ദിവസം ഇടട്ടെ. വേണ്ട ഇടണ്ട. അപ്പച്ചി സ്വർണ്ണക്കമ്മലാണ്. എന്താ സ്വർണ്ണം ഞാൻ ഇടാൻ പറ്റൂലേ? സ്വർണ്ണക്കമ്മലൊക്കെ ഇടാ, പക്ഷെ ഇത് എന്റെ സ്വർണ്ണക്കമ്മല. അപ്പച്ചി ഇട്ട് നോക്കാനുള്ളന്ന് തിരിക്കാൻ പറ്റൂലേ ഒരു തന്നെ. എന്റെ പൊന്നപ്പച്ചി, ഇത് അമ്മ എനിക്ക് പോലും ഇടാൻ തരാറില്ല. ഇട്ട് നോക്കട്ടെ, ഇട്ട് നോക്കിട്ട് പറയാന്ന്. അപ്പച്ചി ഇങ്ങി തന്നെ. അപ്പച്ചി അമ്മ നല്ലപോലെ വഴക്ക് പറഞ്ഞാ സൂക്ഷിക്കാറില്ല എന്ന് പറഞ്ഞോണ്ട് എനിക്ക് തരാറില്ല. അപ്പൊ നീ ഇടാറില്ല? നിനക്ക് സൂക്ഷിക്കാൻ പറ്റാത്തോണ്ട് അമ്മ തരാത്ത. സൂക്ഷിക്കാൻ പറ്റാത്തൊരു ഇടാൻ പാടില്ല സ്വർണ്ണ കമ്മലൊന്നും. ഇത് ഞാൻ ഇട്ടോളാം. ഇത് ഭയങ്കര പാടുണ്ടല്ലോ, ഓട്ടെ കൂടി ഇത് കേറുന്നില്ല. ഭയങ്കര പാടല്ലേ? കൊള്ളാട്ടെ. ഇത് കുഴപ്പമില്ല, എന്റെ കഥ കിടക്കട്ടെ. ഇന്ന് കുഴപ്പമെന്താ? അപ്പച്ചി എങ്ങനെയാ? ഇത് കൃഷ്ണേച്ചിന്റെ കമ്മലല്ലേ? അതിനെന്താ കുഴപ്പം? എന്റെ കഥ കിടന്നോണ്ട്. ചേച്ചി അപ്പൊ കൂട്ടായോ? ഇത് കൊടുത്തതാ? അതെ, കൃഷ്ണേച്ചിക്ക് കമ്മൽ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് എടുത്തോളാൻ പറഞ്ഞു. എടുത്തോളാം. ഞാൻ ഇത് എടുത്തോണ്ട് പോയതാടാ. അതൊന്നല്ല, ഞാൻ എന്റെ കഥ കിടന്നോട്ടെ. ഇനിപ്പെന്താ? അപ്പച്ചി ഗുണ്ടായിസോ? ഗുണ്ടായിസ് ഒന്നല്ലട ചക്ക. ഇത് മൂത്തോരാണ് ഇടേണ്ടത്. കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്ത കോലുമിട്ടായിട്ടായി. ഞാൻ ഇട്ടോളാണ് കേട്ടാ. അപ്പച്ചി കമ്മലൂരി ചേച്ചിക്ക് കൊടുത്തോ? തിരിച്ച് കൊടുക്കുന്നില്ല, ഞാൻ ഡമ്പുക. അതെ ചക്ക, വല്ല തട്ടിട്ടിട്ട് എന്നത്. അതെ, നീ ആദ്യം തന്നെ അക്ഷരങ്ങൾ മര്യാദക്ക് പറയാൻ പഠിക്കും, എന്നിട്ട് എന്നെ മൂപ്പിക്കാൻ നിൽക്കട്ടാ. അക്ഷരം മര്യാദക്ക് പറയാറേ അപ്പച്ചിന്റെ മോൾക്കാ. എന്നെ മോളെ പറഞ്ഞണ്ട മര്യാദക്കാണ് നീ ഇങ്ങനെ പറഞ്ഞേ. അഭ്യുദയകാംക്ഷിയായ ഷഡ്പദം പറ. അഭ്യുദയകാംക്ഷിയായ അറിയില്ല, നീ പറഞ്ഞേ. അങ്ങനെ പറയുകയാണെങ്കിൽ കമ്മല് തരാം. ഞാൻ കമ്മൽ ഇങ്ങ് തന്നേ. നീ പറയടി. അഭ്യുദയകാംക്ഷയോ പോയി. അയ്യോ അഭ്യുദയകാംക്ഷിയായ ഷഡ്പദം പറയടി. അഭ്യുദയകാംക്ഷിയായ ഷഡ്പദം. അയ്യോ നിനക്കും അറിയില്ലല്ലേ? അയ്യേ, ചേച്ചിക്ക് മലയാളം പറയാൻ ഒട്ടും അറിയത്തില്ലേ? നിങ്ങൾ രണ്ടുപേരും കൂടി ഇത് പറഞ്ഞു പഠിക്ക്. അപ്പൊ ഞാൻ കമ്മലിട്ടിട്ട് വരാട്ടാ. ബൈ. ചങ്കിരി പോവും. ഇത് അപ്പച്ചീന്റെ കമ്മലാണോ? അപ്പച്ചീന്റെ കമ്മലല്ലോ. അപ്പച്ചീന്റെ കമ്മലല്ലോ. തിരിച്ചു കൊടുക്ക. മോശം മോശം. ഒരു മോശമില്ല, നീ വിട്ടതൊക്കെ കിടന്ന്. എന്റെ പൊന്നപ്പച്ചി അത് സൂക്ഷിക്കണേ. സൂക്ഷിച്ചോളാം. ശരി ബൈ. ഞാൻ അമ്മയോട് പറയാം. അമ്മയോട് പറഞ്ഞു കൊടുത്തോണ്ടല്ലോ ഇറക്കാ. നിന്റെ മറ്റേ മോണിക്കയുടെ ക്രഷിന്റെ കാര്യം ഞാൻ ചെന്ന് പറഞ്ഞു കൊടുക്കും. അയ്യടാ, മോണിക്കല്ല, റോണിക്ക. താങ്ക്സ് മോനെ. ഞാൻ റോണിക്കയുടെ കാര്യം ഞാൻ എടുത്ത് പറയാം. എന്നാ നമുക്കൊരു ഡീൽ വെക്കാം. ഞാനും അമ്മയോട് പറയൂല, ചേച്ചിയും അമ്മയോടും പറയൂല. ഡീൽ? പറയരുത് നീ. പണിയൂല. ടാറ്റ. എടി എന്തോന്നടി ഈ കാണിക്കുന്നേ? എന്തേ ഇതേ പറിക്കാൻ കിട്ടുള്ള അച്ഛമ്മേ? എടി അത് പറിക്കണെങ്കിലേ ആ മാങ്ങയുടെ ഞെട്ടയിലേക്കാ തോട്ടി അങ്ങ് പിടിച്ച്, എന്നിട്ട് ഒരൊറ്റ വലിയ വലിക്കേ. ഇവിടെ നോക്കേ, തന്നെ പിടിച്ച് വലിച്ചു ഞെട്ടിയിലോ വാലിലോ എവിടെയാന്ന് വെച്ചപ്പോ പറിച്ചെടുത്തോ. ഒരു കുന്തം അറിയത്തില്ല. എടി ഈ മാങ്ങയൊക്കെ പറിക്കണെങ്കിലേ ഈ മാങ്ങയും തോട്ടിയായിട്ടൊരു ആത്മബന്ധമൊക്കെ വേണം. അല്ലാതൊന്നും മാങ്ങ വീഴൂല്ലോ മോളെ. ഇതെന്തോ പറിക്കാനും പറ്റും. എന്താ ഇപ്പൊ പറിക്കാൻ പറ്റാത്തേ? കൊമ്പൊക്കെയാണല്ലോ താഴെ വീഴണ്ടേ. ഇതെന്താ അമ്മ കാണിക്കുന്നത്? അച്ഛമ്മേ, മാങ്ങയും തോട്ടിയും തമ്മിലുള്ള ആത്മബന്ധം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നിനക്കെന്താ ആത്മബന്ധം അടി അമ്മയോടുള്ളത്? ഈ വയസ്സാങ്കാലത്ത് അമ്മയെ കൊണ്ട് അതെല്ലാം പറപ്പിച്ചിട്ട് നീ വായി നോക്കി നിൽക്കുന്നത്.
അയ്യോ എനിക്കറിയില്ലല്ലോ ഈ മാങ്ങയുടെയും തോട്ടിയുടെയും ആത്മബന്ധമൊന്നും. നീ കുറെ നേരമായാലും ആത്മബന്ധം എന്ന് പറഞ്ഞോട്ട് നടക്കുന്നു. എന്നെ കളിയാക്കുക. ഞാൻ കളിയാക്കും. അമ്മയ്ക്ക് തോട്ടി എടുത്ത് ഇതിന്റെ പുറത്തോട്ട് വലിഞ്ഞു കയറേണ്ട വല്ല കാര്യമുണ്ടോ? എടാ മോനെ, ഞാൻ ഇങ്ങനെ മൊബൈലിൽ റീല് കണ്ടുകൊണ്ടിരുന്നപ്പോഴേ ഒരു ചെറുക്കൻ നല്ല ഒന്നാന്തരം പച്ചമാങ്ങ പൂളി അതിനകത്ത് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് അങ്ങോട്ട് വിരകി അങ്ങോട്ട് കടിച്ച് തിന്നുന്നുണ്ടപ്പോൾ എന്താ കൊതി വന്നത്. അപ്പോഴാ ഞാൻ ഓർത്തത് നമ്മുടെ മാവേൽ മാങ്ങയുണ്ടല്ലോ, ഒരെണ്ണം പറിച്ചിടാന്ന് വിചാരിച്ചുകൊണ്ട് വിളയും കുട്ടിക്കൂട്ട് വന്ന്. അച്ഛമ്മ ഒരാഗ്രഹം പറയുമ്പോ നമ്മൾ സാധിച്ചു കൊടുക്കണ്ടായിരുന്നു. ഞാനും കൂടെ പോന്ന്. എന്നിട്ടാണ് നീ ഇവിടെ വായി നോക്കി നിന്നിട്ട് അച്ഛമ്മയെ കൊണ്ട് ഈ പണിയെല്ലാം എടുപ്പിക്കുന്നത് അല്ലേ? ഞാൻ മര്യാദയ്ക്ക് പറിക്കാൻ പോയതാണ്. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞാൽ പോരെ, ഞാൻ മാങ്ങ അങ്ങോട്ട് നല്ല എടുത്ത് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് ഉപ്പും മുളകും ഒക്കെ ഇട്ട് അമ്മ ഇരിക്കുന്നിടത്ത് കൊണ്ട് തരത്തില്ലേ? ഓ, നീ കടയിൽ നിന്ന് മേടിച്ച വിഷം അടിച്ച മാങ്ങയല്ലേ? അല്ല, നീ എനിക്ക് ഈ മാങ്ങ ഒന്നും പറിച്ചിട്ട് തരത്തൊന്നുമില്ലല്ലോ. അമ്മയ്ക്ക് മാങ്ങ തന്നാ പോരെ, ആ, അത് ഞാൻ ചെയ്തു തന്നേനെ. അമ്മ ഈ വയസ്സാം കാലത്ത് ഈ തോട്ടിയൊക്കെ എടുത്തിട്ട് ഇവിടെ കിടന്ന് അഭ്യാസം കാണിച്ചാലേ വല്ല നടുവൊക്കെ ഉളുക്കി അകത്ത് പോയി കിടക്കേണ്ടി വരും. എൻ്റെ ഈ നടുവൊന്നും ഉളുക്കൂലടാ, നല്ല ഒന്നാന്തരം ഉറച്ച ശരീരം. അമ്മ അകത്ത് പോയിരുന്നേ, ഞാൻ ചെയ്തു തരാം. എന്തോ ഒരു സ്നേഹം മോട്. അതാ ആത്മബന്ധം. എനിക്ക് പിന്നെ എൻ്റെ അമ്മയല്ലാതെ വല്ലവരെയും അമ്മമാരെ സ്നേഹിക്കാൻ പറ്റും. എപ്പോഴും ഈ സ്നേഹം കണ്ടാ മതി. അല്ലെങ്കിൽ ഇവക്കൊക്കെ നമ്മുടെ സ്നേഹബന്ധത്തെ പറ്റി വല്ല അറിയാവോടാ? ഇതേ എൻ്റെ ആദ്യം ഉണ്ടായ മോന, ഇവൻ കഴിഞ്ഞിട്ട് എനിക്ക് ബാക്കിയുള്ളവർ എല്ലാവരും ഉള്ളൂ കേട്ടാ. എന്തോന്നുള്ളോ? അപ്പൊ മോളോ? അവളെന്റെ മോളല്ലേ, പക്ഷെ എനിക്ക് ഇവനോടാ കൂടുതൽ സ്നേഹം. ഓ, കണ്ടാ മതി എപ്പോഴും. ആ, അമ്മ പോയാത്ത് പോയി, ഞാൻ നല്ല മുട്ടപ്പനായിട്ടെല്ലാം ചെയ്തോട്ട് തരാം. ഒക്കൊന്നേ പറിച്ചിടണം കേട്ടോ. ആ രണ്ടെണ്ണം പറിച്ചോ മോനെ, നിനക്ക് നിന്ന. ആ തോട്ടിയെടുത്ത് തോട്ടിയെടുക്കടി. ഞാൻ പറിക്കണ അടി എടുത്തേ. ഇല്ല, ഡയലോഗ് അടിക്കണ്ടായില്ല. നിനക്ക് മാങ്ങയായിട്ടൊരു ആത്മബന്ധം ഉണ്ടാക്കിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. പറക്കടി. പണിയെടുക്കാൻ വയ്യ, ഞാൻ തന്നെ കുറച്ച് തരണം. ആ വലിയേ 53, 54. എന്നതാമേ, ഞാൻ 300 സെക്കൻഡ് ചെയ്യാൻ പോവായിരുന്നു, നശിപ്പിച്ചല്ല. എടാ, ഈ കടന്ന് കസർത്ത് കാണിക്കാൻ നിൽക്കാതെ ആ PSC ബുക്ക് എടുത്തിട്ട് 4 അക്ഷരം പഠിച്ചൂടാ നിനക്ക്. അതിന് PSC 3 ലക്ഷം തന്നെ ഉള്ളു. PSC തോറ്റിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഈ ചിരിയെല്ലാം ഞാൻ മാറ്റിച്ചിരുന്നുണ്ട്. അമ്മ, നമുക്ക് പഠിക്കാൻ മെന്റൽ ഹെൽത്ത് പോലെ തന്നെ ബോഡിക്ക് ഇച്ചിരി ഹെൽത്ത് വേണം. ഞാനതിൽ ഈ പണിയൊക്കെ കൊടുക്കണം കാണിക്കുന്നത്. ആ എന്നാ പിന്നെ ചെയ്തോ. തൂക്കണോ? ഞാൻ വേണേ അകത്ത് പോവാം. വേണ്ട, വേണ്ടേ? ആ അതിന്റെ ഇടയിൽ എങ്ങനെ തൂത്തോളാം. എന്നാ തൂത്ത്. തുള്ളി കളിക്കല അല്ലേ ഇതിങ്ങനെ? ഓ, സരസ്വതി പുരുഷോത്തമൻ. അച്ഛമ്മക്ക് പ്രായത്തേര പ്രേമലേഖനൊക്കെ എഴുതുന്നു. അമ്മേ, അച്ഛമ്മേ, അമ്മേ, അച്ഛമ്മേ. എന്തോടി പിച്ചക്കാര് പറയുന്ന പോലെ വിളിച്ചു പോകുന്നു. അമ്മ, അമ്മക്കൊരു കത്തുണ്ട്. അത് ഒപ്പിട്ട് മേടിക്കണെന്ന് അവര് പറയുന്ന, അത് ചെയ്തു കൊടുക്ക്. എവിടെ ഒപ്പിടണ്ടത്? എവിടെയോ? ഞാൻ വായിക്കാമേ. വേണ്ട വേണ്ട, നീ വായിക്കണ്ട, വായിക്കണ്ട. നീ ഇവിടെ തന്നെ, ഇവിടെ തന്നെ. ഓൾ വായിക്കാൻ നോക്കുന്നു. അതെന്താ ഞാൻ വായിച്ചാല്? നീ എന്റെ കത്തൊന്നും നീ വായിക്കണ്ട കേട്ടോ. ഓ, ഇത് കാണാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ അതല്ലേ മലയാളത്തിൽ ഞാൻ പറഞ്ഞ, ഞാൻ വായിച്ചു തരാന്ന്. നീ വായിക്കണ്ട. എടാ മോനെ, നീ ഒന്ന് വായിച്ചടാ. ഇത് ബാങ്കിൽ നിന്നുള്ള എന്തോ ലെറ്റർ ആണല്ലോ അമ്മ. ആ, ബാങ്ക് ലെറ്റർ ആണോ? എന്നാ ഇങ്ങോട്ടാ. വേണ്ടാ, ഇനി വീടെ കാണിച്ച് ജപ്തി ചെയ്യാൻ പോവാണോ? വായ്പാ കാലാവധി അറിയിപ്പ് സാർ. വിഷയം വായ്പാ നമ്പർ വായിക്കടാ. വായ്പാ കാലാവധി അറിയിപ്പ് സാർ. വിഷയം വായ്പാ നമ്പർ KCC 100-700 സംഖ്യ 25,000. താങ്കൾ 22/7/24 ഞങ്ങളുടെ ശാഖയിൽ സ്വർണ്ണപ്പണ്ട വായ്പയിലെടുത്ത 25,000 രൂപയും നാളിത് വരെയുള്ള പലിശയും കുടിശ്ശികയായിരിക്കുന്നു.
ഒരാഴ്ചക്കുള്ളിൽ മുതലും പലിശയും അടച്ച് വായ്പാ ബാധ്യത തീർക്കാൻ അഭ്യർത്ഥിക്കുന്നു. മേൽ പറഞ്ഞ തീയതിയിൽ വായ്പ എടുത്തില്ലെങ്കിൽ ഇനി ഒരു അറിയിപ്പില്ലാതെ പണയപ്പണ്ട ലേലത്തിൽ വിറ്റ് തുക വസൂലാക്കുന്നതാണെന്ന് ഈ നോട്ടീസിനാൽ അറിയിക്കുന്നു. അമ്മ മാല വല്ലതും കൊടുത്ത അച്ഛന് പണയം വെക്കാൻ? ഇല്ല. ഇത് പിന്നെ ആർക്കും നോക്കട്ടെ. നോക്കണ്ട നോക്കണ്ട, എന്താ അമ്മേ? ഒന്നുമില്ല. ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഒരു നോട്ടീസ് ഇവിടെ വരില്ലല്ലോ.